പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. സഞ്ജു സാംസൺ ഇന്ന് സി എസ് കെയെ വിജയത്തിലെത്തിക്കുമോ, അതോ സെമി സാധ്യതകൾ തുറക്കാതെ സി എസ് കെ ഇന്നത്തോടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും താഴെയുള്ള ഒരു ടീമായി മാറുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം സഞ്ജു സാംസണിന്റെ ഫോമുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും കണക്ട് ചെയ്യുന്നത്. സഞ്ജു ഫോമായാൽ സി എസ് കെ ജയിക്കും, സഞ്ജു ഔട്ടായാൽ, നേരത്തെ തന്നെ ഔട്ടായാൽ സി എസ് കെ തോൽക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരൊറ്റയാൾ പോരാട്ടത്തിന്റെ മികവിൽ സി എസ് കെയെ വിജയത്തിലെത്തിക്കാനും അതേ ആൾ തന്നെ പോരാടാതെ ഇരുന്നാൽ സി എസ് കെയെ പരാജയപ്പെടുത്താനും എതിർ ടീമുകൾക്ക് സാധിക്കുന്ന ഒരവസ്ഥ. സഞ്ജു ഫോം ആയാൽ സി എസ് കെ ജയിക്കും, സഞ്ജു ഫോം ഔട്ട് ആണെങ്കിൽ സി എസ് കെ തോൽക്കും. ഈ ഒരു സാഹചര്യമാണ് ഈ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് പോലൊരു ബ്രഹ്മാണ്ഡ ടീം, 5 കപ്പുകളുള്ള, 10-ലധികം തവണ ഫൈനലിൽ കയറിയ ഒരു ടീം അനുഭവിക്കുന്നത്. ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആവുന്ന കാഴ്ച. ബാക്കി ആരും ഫോമിലല്ല. ഇനി ഫോം ആയാൽ തന്നെ ഒരു വിന്നിങ് ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, വേൾഡ് കപ്പിൽ തുടരെ 3 കളികളാണ് മാച്ച് വിന്നിങ് ഇന്നിങ്സ് കളിച്ച് സഞ്ജു നമ്മളെ 2020 ലോക കിരീടം ചൂടിച്ചത്. അതേ മാനറിസം, അതേ ഒരു ലെഗസിയാണ് സഞ്ജു സി എസ് കെയിൽ വരുമ്പോഴും പിന്തുടരുന്നത്. സഞ്ജു കളിച്ചാൽ ആരാധകർക്ക് ഉറപ്പാണ് സി എസ് കെ ജയിക്കും. സഞ്ജു ഒരു 20 റൺസിന് മുകളിലടിച്ച എല്ലാ കളികളിലും സി എസ് കെ വിജയിച്ചിട്ടുണ്ട്. 2 സെഞ്ചുറി നേടിയ കളികളിലൊക്കെ സി എസ് കെ എന്തൊരു മനോഹരമായിട്ടാണ് വിജയിച്ചത്. പിന്നെ 48 റൺസ് അടിച്ച കളി. അങ്ങനെ സഞ്ജു അടിച്ചാൽ സി എസ് കെ ജയിക്കും, ഇല്ലെങ്കിൽ തോൽക്കും എന്നത് ഇപ്പോൾ ഒരു അങ്ങാടിപ്പാട്ട് പോലെയായി. അതുകൊണ്ട് സഞ്ജുവിന്റെ ഇന്നിങ്സ് ഇന്ന് മുംബൈ ആയിട്ട് നടക്കുന്ന മത്സരത്തിൽ വളരെ വളരെ നിർണായകമാണ്. മുംബൈ ഓൾറെഡി തന്നെ പുറത്തായ മട്ടിലാണ്. ഇരു ടീമുകൾക്കും മസ്റ്റ് വിൻ എന്നൊരു മാച്ചാണിത്. സി എസ് കെക്ക് ഇനിയുള്ള 6 കളികളിൽ 5 കളികൾ ഉറപ്പായും ജയിച്ചാൽ മാത്രമേ സെമി ഫൈനൽ ഉറപ്പിക്കാൻ പറ്റൂ. RCBയും പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും ഒരു വിധത്തിൽ SRHും എല്ലാം സി എസ് കെ ഇപ്പോൾ കയറാനുള്ള സാധ്യതകളെ വിലങ്ങുതടിയാകുന്ന ടീമുകളാണ്. കാരണം അവരെല്ലാവരും തന്നെ, അതായത് പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, RCB, അതുപോലെ തന്നെ സൺറൈസേഴ്സ്, ഇത്രയും ടീമുകൾ, 4 ടീമുകൾ ഏതൊക്കെയാണ്? പഞ്ചാബ് കിങ്സ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ്. ഈ 4 ടീമുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന മട്ടിലാണ്. ഇനി വളരെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ മാത്രമേ ചെന്നൈക്ക് സെമി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. 6 കളികളിൽ 5 വിജയം മസ്റ്റാണ്. എന്നാൽ മുംബൈക്കാകട്ടെ തമ്പുരാൻ അറിയാം എന്ന പോലെയാണ്. മുംബൈയുടെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നാണ് ഈ ഒരു സീസൺ. എത്രയധികം റൺസ് അടിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥ. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വളരെ വലിയ രീതിയിലാണ്, വലിയ തോതിലാണ് വിമർശിക്കപ്പെടുന്നത്. അതായത് രോഹിത് ശർമ്മ പോയതിനു ശേഷം ആർക്കും എടുത്തൊടുക്കാൻ പറ്റിയ ഒരു ടീമായി മാറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ആർക്കും എടുത്തിട്ട് അലക്കാം, ഏത് ടീമിനും വിജയിക്കാം, മുംബൈ ആയൊരു കളി വന്നാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുംബൈ ആയിട്ടുള്ള കളി സഞ്ജു സാംസൺ വലിയ പ്രകടനം കാഴ്ചവെച്ചാലും ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചാലും ഒന്നും ഫാൻസിന് തൃപ്തി വരുമോ എന്നറിയില്ല. അതിന് മാത്രം വലിയൊരു മാച്ച് കിടന്നാൽ ഓക്കെ. അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് അല്ലേ, മുംബൈ ഇന്ത്യൻസിനെ എല്ലാവരും തോൽപ്പിക്കുന്നതല്ലേ, മുംബൈ ആയിട്ടൊരു ജയം ഷുവർ അല്ലേ എന്നുള്ളതാണ്. ഈ മുംബൈ ആയിട്ട് ജയിച്ചില്ലെങ്കിലാണ് പ്രശ്നം. മുംബൈ ആയിട്ട് തോറ്റു എന്നുള്ളൊരു പേര് കിട്ടും. ആ പേര് കിട്ടുമോ ഇല്ലയോ, കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് തന്നെ സി എസ് കെയോട് ഒരു ചായ്വ് നമ്മുടെ സ്പോർട്സ് പിച്ചിനും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് മുംബൈയുടെ കളി ആരാധകർ വലിയൊരു എൽ ക്ലാസിക്കോ പോലെയൊന്നും കാണുന്നില്ല. വന്ന് എൽ ക്ലാസിക്കോ ഒന്നും അല്ല. പഞ്ചാബ് കിങ്സ് RCB ഒക്കെ കളിക്കുമ്പോഴാണ് ആ ഒരു ഫീല് വരുന്നത്. SRH RCB അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ ചെന്നൈക്ക് തന്നെ RCB ആയിട്ട് കളി വരുമ്പോഴാണ് ഒരു ഫൈറ്റ് ഒക്കെ തോന്നുന്നത്, ജയിക്കണം എന്നുള്ള വെറി വാശിയൊക്കെ വരുന്നത്. മുംബൈ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ശരിക്കും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓണേഴ്സ് ആയിട്ടുള്ള അംബാനിയുടെ ഭാര്യ, മക്കളൊക്കെ കളി കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ സിറ്റുവേഷനൊക്കെ. എന്നിട്ട് ആരാധകരോട് കൂടി പറയാണ് പൊയ്ക്കോന്ന്, ഇനി നിന്നിട്ട് കാര്യമില്ല, തോൽക്കും എന്നുള്ള രീതിയിൽ. നിത അംബാനിയൊക്കെ കരയായിരുന്നു, അംബാനിയുടെ വൈഫെ, മുംബൈയുടെ പ്രകടനം കണ്ടിട്ട്. ഒന്നും ചെയ്യാനില്ല. അതായത് RCB ഒക്കെ കപ്പിന്റെ പരിസരത്തെത്താത്ത സമയങ്ങൾ സൃഷ്ടിച്ച ഒരു 2 വലിയ ടീമുകളാണ് CSKയും മുംബൈയും. ഇന്ന് അവർ കോമഡി പീസുകളെ പോലെ
ടൂർണമെന്റിൽ തന്നെ ഏറ്റവും താഴെ സ്ഥാനത്ത് കിടക്കുന്ന ടീമുകളായി മാറിയതിൽ ആരാധകർക്ക് എടുക്കാൻ വലിയ വിഷമമുണ്ട്. ആരാധകർക്ക് ആവേശം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ടീമിന് ആ ഒരു ആവേശം വേണ്ടേ. അതുകൊണ്ട് ഇന്നത്തെ കളി എൽ ക്ലാസിക്കോ ഒന്നുമല്ല, ഒരു സൗഹൃദ മത്സരം. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് ടീമുകൾ, മുംബൈയും ചെന്നൈയും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം. അങ്ങനെയൊക്കെ ഉള്ളൂ, പണ്ടത്തെ പോലെ വീറും വാശിയും ഒന്നും ഇല്ല. അങ്ങനെ വരണമെങ്കിൽ പഞ്ചാബ് കിങ്സ് ആയിട്ടോ RCB ആയിട്ടോ അല്ലെങ്കിൽ SRH ആയിട്ടോ ഒക്കെ കളി വരണം. അതുകൊണ്ട് സഞ്ജു സാംസൺ ഇന്ന് എത്ര റൺസ് അടിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? പൊടുന്നൻ ഔട്ടായി പോകുമോ, അതോ ഒരു 1.5 ഇന്നിങ്സ് കാഴ്ചവെക്കുമോ? കാരണം കഴിഞ്ഞ കളിയിലൊക്കെ സഞ്ജു വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ സെഞ്ചുറി അടിക്കും, എപ്പോൾ 10 റൺസിൽ താഴെ ഔട്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഞ്ജു ഇന്ന് കളിക്കുന്നത് വളരെ നിർണായകമാണ്. സഞ്ജു അത്രയും പ്രഷർ ഉണ്ടോ, സഞ്ജുവിന് ആ പ്രഷർ ഡീൽ ചെയ്യാൻ പറ്റുമോ, എല്ലാം വളരെ നിർണായകമായ ചോദ്യങ്ങളാണ്. സ്പോർട്സ് പിച്ച് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സഞ്ജു സാംസൺ ഇന്ന് എത്ര റൺസ് അടിക്കും? സെഞ്ചുറി അടിക്കുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടാവുമോ? എന്താണെന്ന് സഞ്ജുവിന് സംഭവിക്കുക? സെഞ്ചുറി അടിച്ചാൽ അത് വലിയ ചരിത്രമാണ്, 3ാമത്തെ സെഞ്ചുറി. അത് സംഭവിക്കുമോ, അതോ പെട്ടെന്ന് തന്നെ സഞ്ജു സാംസൺ ഔട്ടാവുമോ, അലസനാവുമോ, അതോ മിടുക്കനാവുമോ? കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.